إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ലോകം, നമ്മുടെ ചുറ്റുപാടുകൾ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും പാർക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ധരിക്കുന്ന വസ്ത്രങ്ങളും ദിനേന എന്നോണം അവയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പലതിൻ്റെയും വിലകൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ലോകത്തുമാണ് ഞാനും നിങ്ങളുമുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ പത്രത്തിന്റെ ആദ്യ പേജിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും അധികം വില കൂടിയ ഒരു ദിവസം, സ്വർണത്തിന് വില കൂടിയ ഒരു ദിവസമാണ് ഇന്ന് എന്നതാണ്. അപ്രതീക്ഷിതമായി, യാതൊരു പ്രതീക്ഷയുമില്ലാതെ വളരെ പെട്ടെന്നാണ്
സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒരു ഭാഗത്ത് നിരാശയും മറ്റൊരു ഭാഗത്ത് വലിയ പ്രതീക്ഷകളുമുണ്ട്. ആരായിരിക്കും നിരാശപ്പെടുന്നത്? ഒരു അധ്യാപക സുഹൃത്ത് ഇന്നലെ പങ്കുവച്ചത്, അദ്ദേഹത്തിന്റെ കയ്യിൽ 120 പവൻ സ്വർണമുണ്ടായിരുന്നു. അത് അദ്ദേഹം വിറ്റ് എറണാകുളത്തെ അറിയപ്പെടുന്ന ഒരു റോഡിന് സമീപം സ്ഥലവും വീടും അദ്ദേഹം വാങ്ങി. അദ്ദേഹം പറയുന്നത്, ഇന്ന് ആ 120 പവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു എന്ന്. ഇതൊരു ആശങ്കയാണ്, അല്ലെങ്കിൽ നിരാശയാണ്. അതുപോലെയുള്ള പല ചിന്തകളും നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. ഇത്തരം വാർത്തകൾ നാം കേൾക്കുമ്പോൾ ഒരു കുടുംബം അവർക്കുണ്ടായിരുന്ന 50-ലധികം വരുന്ന സ്ഥലം വളരെ ചുരുങ്ങിയ വിലക്ക് വിറ്റ് മറ്റൊരു ഭാഗത്ത്, റോഡിന്റെ ഒരു ഭാഗത്ത് പെട്ടെന്ന് റോഡിൽ നിന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഭാഗത്ത് കുറച്ചു സ്ഥലവും ഒരു വീടുമായി ഉണ്ടാക്കി. എന്നവർ അവർ വിറ്റ ആ സ്ഥലം അവർ വിറ്റതിന്റെ എത്രയോ ഇരട്ടി വിലയ്ക്കാണ് അത് വാങ്ങിയ ആളുകൾ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത് കേട്ടപ്പോ മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു എന്നതാണ്. ഇങ്ങനെയുള്ള ഇന്ന് രാവിലെ ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു വെച്ചത്, അദ്ദേഹത്തിന് പൈസയുടെ ചെറിയൊരു ആവശ്യം വന്നു. കയ്യിലുണ്ടായിരുന്നത് 3 ഗ്രാമിന്റെ ഒരു ആഭരണമാണ്. അത് അദ്ദേഹം വിറ്റു. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല വില കിട്ടി. അദ്ദേഹത്തിന്റെ കാര്യം നടന്നു. ഇന്നത്തെ വില കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞത്, ആ 3 ഗ്രാം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ എന്നതാണ്. മനുഷ്യരുടെ വ്യത്യസ്തമായ ആശങ്കകളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കയ്യിൽ ഇത്തരത്തിലുള്ള പലതും നീക്കി വച്ചിട്ടുള്ള ആളുകൾ, വില ഇങ്ങനെ കൂടട്ടെ, ഇനിയും കൂടി വരട്ടെ, ഏറ്റവും നല്ല വിലയിലേക്ക് എത്തുമ്പോ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം വേറൊരു ഭാഗത്തുമുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസികൾ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങളിൽ, അതൊരു സ്വർണത്തിന്റെ വിലയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും, ചിലപ്പോ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞാൻ ആദ്യം കണ്ട പെൺകുട്ടി, അവളെ വിവാഹം കഴിച്ചില്ല, മറ്റൊരാളുടെയാണ് വിവാഹം കഴിച്ചത്. അപ്പോ അങ്ങനെ അന്ന് കണ്ടത് ഉറപ്പിച്ചാൽ മതിയായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പലപ്പോഴും അതിനുശേഷം ഇങ്ങനെ ആത്മഗതം ചെയ്തു പോകുന്ന ആളുകൾ. വിശ്വാസികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും എന്ത് നിലപാടിലേക്കാണ് എത്തേണ്ടത് എന്നത് ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ ഓതി വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ വ്യത്യസ്തമായ നിലപാടുകൾ, നിരാശ കടന്നു വരുന്ന ചില നിലപാടുകളെയാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ, മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരുണ്യം കിട്ടിക്കഴിഞ്ഞാൽ, സുമ്മ നസഅനാഹാ മിൻഹു, എന്നിട്ട് ആ കാരുണ്യത്തെ അള്ളാഹു ഊരിയെടുക്കുകയും ചെയ്താൽ, ഇന്നഹു ലയഊസുൻ കഫൂർ, അവൻ കടുത്ത നിരാശനും നന്ദി കെട്ടവനും ആയിത്തീരും. ഒരു നിലപാടാണത്. സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് സുമ്മ നസഅന,
അള്ളാഹു അത് നമ്മിൽ നിന്നെങ്ങാനും ഊരിയെടുത്താൽ വളരെ പെട്ടെന്ന് നിരാശയിലേക്കും നന്ദികേടിലേക്കും മനുഷ്യൻ എത്തിച്ചേരുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വചനം, വലഇൻ അദഖനാഹു നഅമാ, അല്ലാഹു ഒരാൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് കാരുണ്യവും നിഅമത്തുകളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകുകയാണ്. എപ്പോഴാണ് നൽകുന്നത്? ബഅദ ലറാ, പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധിയും കടബാധ്യതകളും വീടില്ലായ്മയും ജോലിയില്ലായ്മയും അങ്ങനെയുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞിട്ട് അള്ളാഹു ഒരു സുഭിക്ഷത നമ്മിലേക്ക് നൽകുകയാണ്. ലയഖൂലന്ന, അപ്പൊ അയാൾ പറയും ദഹബ സയ്യിആത്ത്, എല്ലാ ദോഷവും പോയി കഴിഞ്ഞു. ഇന്നഹു ലഫരിഹുൻ ഫഖൂർ, അവ മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ എന്താണ്? ലഫരിഹുൻ, അവൻ അങ്ങേ അറ്റത്തെ ആഹ്ലാദത്തിലേക്ക്, ഫഖൂർ, അഹങ്കാരിയായി മാറും, പൊങ്ങച്ചക്കാരനായി മാറും. ഞാനും നിങ്ങളും നമ്മൾ ഏതു വിഭാഗത്തിലാണ് എന്ന് പരിശോധിക്കുക. ഇതിന്റെ വ്യത്യസ്തമായ ഓരോന്നിലും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും കടന്നും കഴിഞ്ഞും പോയിട്ടുള്ളവരാണ്. ഞാനും നിങ്ങളും എവിടെയാണ് നിൽക്കുന്നത്? ലഫരിഹുൻ ഫഖൂർ, പ്രയാസങ്ങളുടെ ഒരു കാലമുണ്ടായിരുന്നു, കഷ്ടപ്പാടിന്റെ ഒരു കാലമുണ്ടായിരുന്നു, കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സുഖമാണ്, സന്തോഷമാണ്, മക്കള്, മരുമക്കള്, പേരമക്കള്, ജീവിതം, ബിസിനസ്, വീട്, സൗകര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്, ഇനി ഒരു ദുരിതമൊന്നും വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തിലേക്കും അത് ഒരൽപ്പം പൊങ്ങച്ചത്തിലേക്കും മാറിത്തീരുന്ന ആളുകൾ. സൂറത്തുൽ ഇസ്രാഇന്റെ 83-ാമത്തെ വചനം, വഇദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകി കഴിഞ്ഞാൽ അഅറള വനആ ബിജാനിബിഹി, സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോ വനആ ബിജാനിബിഹി, അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിനെ അവഗണിച്ച് അല്ലാഹുവിനെ ഒഴിവാക്കി അവനിലേക്ക് തന്നെ തിരിഞ്ഞു കളയും. എന്റെ കഴിവ്, എന്റെ സാമർത്ഥ്യം, എന്റെ ജീവിതം, എന്നെ കണ്ടുപഠിക്ക്, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നത് കൊണ്ടാണ് എന്ന രൂപത്തിലേക്ക് സ്വന്തത്തിലേക്ക് അങ്ങ് ചുരുങ്ങിപ്പോകും. ആ മനുഷ്യനിലേക്ക് തിന്മ വന്നു കഴിഞ്ഞാലോ കാന യഊസ, അയാൾ നിരാശനായി തീരുകയും ചെയ്യും, പെട്ടെന്ന് നിരാശയിലേക്ക് പോകും. മറ്റൊരു വചനം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 49-ാമത്തെ വചനമാണ്, ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ, മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് അല്ലാഹു പറയുന്നത്. നന്മ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ഒരാൾക്കും മടുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. തരാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുക, അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി ചോദിക്കുക, സൗകര്യങ്ങൾ കൂടാൻ വേണ്ടി ചോദിക്കുക, അങ്ങനെ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചോദ്യത്തിൽ എവിടെയും ഒരു മടുപ്പോ അതല്ലെങ്കിൽ മറ്റൊരു പ്രയാസമോ നേരിട്ടിട്ടില്ല. ഇനി അവനിലേക്കൊരു ദോഷം ബാധിച്ചു കഴിഞ്ഞാൽ, ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനിലേക്ക് ഒരു ദോഷമാണ് വരുന്നതെങ്കിൽ അവൻ നിരാശനായി കടുത്ത പ്രയാസത്തിലേക്ക്, അവൻ അനുഭവിക്കാനുള്ള വിരഹത്തിലേക്ക് മനം മടുത്ത് അത്തരം ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മിൽ കഴിഞ്ഞുപോയിട്ടുള്ള വ്യത്യസ്തമായ കുറെ കാലങ്ങളെ നമ്മളെടുത്ത് വെറുതെ പരിശോധിക്കേണ്ടതുണ്ട്. അവയിൽ ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള സമയങ്ങൾ, സന്ദർഭങ്ങൾ, പ്രതിസന്ധിയുടേതായ, കഷ്ടപ്പാടിൻ്റെതായ, ദുരിതങ്ങളുടേതായ, അതല്ലെങ്കിൽ സൗകര്യങ്ങളുടെയും സുഭിക്ഷതയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ കാലഘട്ടങ്ങൾ, അതിനെ നമ്മൾ
ആ കഴിഞ്ഞുപോയത് അതിപ്പോഴായിരുന്നെങ്കിൽ എന്ന് പരിതപിച്ചത് കൊണ്ട് കാര്യമില്ല. അതങ്ങനെ ആകാതിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ തീരുമാനിച്ചതാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് അങ്ങനെ ആയിത്തീരുക എന്നത്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കുകയും ഖദറിൽ വിശ്വസിക്കുകയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ, നോക്കൂ, നിങ്ങൾ വന്ന് കുറെ സമ്പത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു, എല്ലാം വിറ്റുപോയല്ലോ എന്ന് പരിതപിക്കേണ്ടതില്ലല്ലോ. അന്ന് നമ്മൾ അത് വിറ്റ് നമുക്ക് തീർക്കാവുന്ന ചില ബാധ്യതകൾ തീർത്തിട്ടുണ്ട്, ചില പ്രയാസങ്ങൾ അതോടുകൂടി മാറിയിട്ടുണ്ട്. അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണം എല്ലാം കൂടി വിറ്റപ്പോ നമ്മുടെ വലിയ ഒരു പ്രയാസം നീക്കാൻ അത് കാരണമായി തീർന്നിട്ടുണ്ട്. എങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ഖേദിച്ച് നിരാശരായി പോകേണ്ടവരാണോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെയും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ രോഗത്തിലാണുള്ളത്. അദ്ദേഹം പോയതിനു ശേഷം ആ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സന്തോഷവതിയായി അണിഞ്ഞൊരുങ്ങി ആ രാത്രിയിൽ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം നൽകി അദ്ദേഹത്തിന്റെ കൂടെ ഉറങ്ങുകയാണ്. മകൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ നേരത്തെയുള്ളതിനേക്കാൾ സുഖത്തിലാണ് അവനുള്ളത് എന്ന് അദ്ദേഹത്തോട് മറുപടി പറയുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് തന്റെ ഇണയോട്, മകൻ മരണപ്പെട്ട് കിടക്കുകയാണ്, മകനാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, ആ മകന്റെ കാര്യത്തിലാണ് ഭർത്താവിനോട് ചോദിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു അവരുടേത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു കടമായി ബാധ്യതയായി നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ, അത് നമ്മൾ തടഞ്ഞു വയ്ക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അത് തിരിച്ചു നൽകേണ്ടതാണ്. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ മകനെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു. ഫഗളിബ, അദ്ദേഹം ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ് പരാതിയുമായി അദ്ദേഹം പോകുന്നത്. പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് അവർക്കുണ്ടാകുന്ന മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആ മകനിലൂടെ 9 മക്കളാണ് അവർക്കുണ്ടാകുന്നത്. ആ 9 പേരും ഖുർആൻ പാരായണം ചെയ്യുന്നവരായി മാറിത്തീർന്നു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ട മകനെ ഓർത്ത് അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിരാശരായി തീർന്ന് അങ്ങനെ ജീവിതം തീർക്കുന്നവരായിരുന്നില്ല അവർ എന്നതാണ്. നമുക്ക് നിങ്ങൾ ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ അല്ലാഹു നമുക്ക് ചിലപ്പോൾ മക്കളെ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. മക്കളെ നൽകാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർ, ആ ഇണകൾ വളരെയധികം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ വിധിയിൽ അവർ ആ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ രൂപത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നൽകിയതെന്തോ അത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ്. എനിക്ക് ലഭ്യമാകാതെ പോയതെന്തോ അത് അള്ളാഹു എനിക്ക് തീരുമാനിക്കാത്തതാണ്, അള്ളാഹു എനിക്ക് നിശ്ചയിക്കാത്തതാണ് എന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ? ഞാൻ ഓതി വെച്ച വചനം സൂറത്തുൽ ഫജ്റിന്റെ വചനങ്ങളാണ്. ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അള്ളാഹു അവനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? ഫഅക്റമഹു, അവനെ ആദരിച്ചുകൊണ്ടാണ്. വനഅമഹു, അവനെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടാണ്. പരീക്ഷിക്കുന്നതല്ലയാണ്, ആദരിക്കുന്നതല്ലയാണ്. അവനെ എല്ലാ തരത്തിലുമുള്ള സുഖവിഭവങ്ങൾ നൽകുന്നതും അള്ളാഹുവാണ്. എങ്കിൽ ഫയഖൂലു റബ്ബി അക്രമൻ, അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. വഅമ്മാ, എന്നാൽ ഇദാ മബ്തലാഹു,
ഫഖദറ അലൈഹി റിസ്ഖ, അവന്റെ റിസ്ക്കിനെ, അവന്റെ ഉപജീവനത്തെ അള്ളാഹു പിടിച്ചു വെക്കുകയാണ്, അള്ളാഹു ഒന്ന് ചുരുക്കിക്കളയുകയാണ്. അതും ആര് തന്നെയാണ്? നേരത്തെ അള്ളാഹ് എനിക്ക് നൽകി, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു, അള്ളാഹു എനിക്ക് സുഖ സൗകര്യങ്ങൾ നൽകി, അപ്പൊ എന്നെ അള്ളാഹ് ആദരിച്ചു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്താ പറയേണ്ടത്? ഇത് അള്ളാഹുവിന്റെ എനിക്ക് മേലുള്ള ഒരു പരീക്ഷണമാണ് എന്ന് പറയണ്ടേ? ഫയഖൂലു റബ്ബി അഹാനൻ, അഹാനൻ, അള്ളാഹ് എന്നെ നിന്ദിച്ചു കളഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ്. അള്ളാഹു തന്നെയാണ് ഇതിന്റെ എല്ലാറ്റിന്റെയും നിയന്താവ്. അവനാണ് ഇക്റാമ് നൽകുന്നവൻ, അവനാണ് നഈമ് നൽകുന്നവൻ, അവനാണ് ബലാ നൽകുന്നവൻ, പരീക്ഷിക്കുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, ആദരിക്കുന്നവൻ. അതേ അള്ളാഹു തന്നെയാണ് ഖദറ അലൈഹി റിസ്ഖ, നമ്മുടെ റിസ്ഖിനെ. എന്താണ് റിസ്ഖ് എന്ന് പറയുന്നത്? റിസ്ഖിനെ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഒരു മനുഷ്യൻ എല്ലാവരോടും ചോദിച്ചുകൊണ്ട്, ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ മനുഷ്യനോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഞാൻ നിനക്ക് 20,000 ദിർഹം തരാം, നിന്റെ കണ്ണ് തരാമോ? അദ്ദേഹം പറഞ്ഞു, തരില്ല. നിന്റെ കാത് തരാമോ? കേൾവി തരാമോ? നൽകാൻ കഴിയില്ല. കൈകാലുകൾ നൽകാമോ? നിന്റെ അവയവങ്ങൾ നൽകാമോ? ഇല്ല. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ദീനാറുകളോളം, ലക്ഷക്കണക്കിന് ദീനാറുകളോളം വിലപിടിപ്പുള്ള ഒന്നുമായിട്ടാണോ നീ നടക്കുന്നത്? എന്നിട്ടാണോ മറ്റുള്ളവരോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ കണ്ണ് അത് അല്ലാഹുവിന്റെ റിസ്ഖാണ്. കണ്ണില്ലാത്ത എത്രയോ ആളുകൾ, അവർ അള്ളാഹുവിനോട് ആ കണ്ണിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചോദ്യങ്ങളില്ലാതെ അള്ളാഹു നിനക്ക് കണ്ണ് നൽകി, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള കേൾവി, നിനക്ക് നൽകിയിട്ടുള്ള കഴിവ്, നിനക്ക് നൽകിയിട്ടുള്ള ശേഷി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടേതെല്ലാം റിസ്ഖാണ്. കണ്ണും കാതും കേൾവിയും സംസാരശേഷിയും നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം റിസ്ഖുകളാണ്. അള്ളാഹു നൽകിയിട്ടുള്ള റിസ്ഖാണ്. ആ റിസ്ഖ് തന്നെയാണ് ഉപജീവനമെന്ന് തിരിച്ചറിയണം. അത് തന്നെയാണ് കഴിഞ്ഞു പോയതെന്ന് തിരിച്ചറിയണം. അപ്പോ നമുക്ക് അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കത് നേടാമായിരുന്നല്ലോ, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പരിതപിക്കേണ്ട ആളുകളല്ല ഞാനും നിങ്ങളും എന്ന് ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 188-ാമത്തെ വചനം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണ്. പ്രവാചകൻ തന്റെ അനുചരന്മാരോടായി അദ്ദേഹം പറയുകയാണ്, ഖുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ, എനിക്ക് സ്വന്തമായി എനിക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല ഒരു ഉപകാരമോ ഒരു ഉപദ്രവം, സ്വന്തമായിട്ട് അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ, ഇല്ലാ മാശാ അല്ലാഹ്, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും എനിക്ക് ഉടമപ്പെടുത്താൻ സാധ്യമല്ല എന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉണർത്തുന്നത്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യം അറിയാമായിരുന്നുവെങ്കിൽ, വരാനിരിക്കുന്ന കാര്യം എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ധാരാളം നന്മകൾ എനിക്ക് ശേഖരിക്കാമായിരുന്നു. അല്ലെ, സ്വർണം ഇങ്ങനെ വില കൂടുമെന്ന് അറിയാമായിരുന്നുവെങ്കിൽ അന്ന് ആ 20,000-മോ 40,000-മോ വേണ്ട 60,000-മോ വേണ്ട 80,000-മോ ഉണ്ടായിരുന്ന സമയത്ത് അത് വിറ്റുകളയുകയില്ലായിരുന്നു. എനിക്ക് ഇന്നത് 1,30,000 എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലേക്ക് എനിക്ക് കിട്ടുമായിരുന്നല്ലോ. അത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമായിരുന്നു, അന്ന് നടന്നതിന്റെ 3 ഇരട്ടി കാര്യങ്ങൾ നടക്കുമായിരുന്നല്ലോ. ആ സ്ഥലം വിറ്റുകളയേണ്ടതില്ലായിരുന്നു, അത് ചെലവഴിക്കേണ്ടതില്ലായിരുന്നു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പരിതപിക്കുന്നത് അത് പിശാചിന് തിന്മകളുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ലൗ എന്ന് പറയുക, അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിനെ കുറിച്ച്
പ്രവാചകൻ ഉണർത്തുന്നുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന, ബേജാറിലേക്കോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നിരാശയിലേക്കോ ഒന്നും പോകേണ്ടവരല്ല വിശ്വാസികൾ എന്ന് പ്രവാചകൻ ഉണർത്തുകയാണ്. പ്രവാചകൻ പറയുന്നത് ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഗുണകരമായതിന് അത് നേടാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലമുള്ളത്, പ്രതീക്ഷയുള്ളത്, അത് നേടാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ അധ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്നിന്റെ വില കുറയുകയോ കൂടുകയോ അങ്ങനെ ഏതെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ വേദനിച്ചിരിക്കേണ്ടവരല്ല. രണ്ടാമത്തേത് വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. എന്താണ് അള്ളാഹിന്റെ സഹായം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുക? അള്ളാഹുവിന്റെ സഹായമില്ലാതെ എന്താണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ് നമ്മളെ കച്ചവടം നടക്കോ? രാവിലെ തുറന്നു വെക്കുന്ന കടയിലേക്ക് അന്നേ ദിവസം ഒരാളും കടന്നു വന്നില്ലെങ്കിലോ? പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയിട്ടില്ലേ? നമ്മുടെ ജോലി അത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടായാലും, അതെത്ര വലിയ ജോലിയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം നേരിട്ടാൽ പോരെ, ആ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറൂലേ? വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക. ഏത് കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. വലാ തഅജിസൻ, അശക്തനാകരുത്. ഒന്നിന്റെയും പേരിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല ഞാനും നിങ്ങളും എന്നതാണ്. മറ്റൊന്ന്, വഇൻ അസാബക ശൈഉൻ, എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ബാധിക്കുമ്പോഴേക്ക് ഫലാ തഖുൽ, നീ പറയരുത് ലൗ എന്ന് പറയരുത്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയരുത്. അന്നീ ഫഅൽതു കദാ വകദാ, ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയരുത്. അന്ന് എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടായിരുന്നു, അത് വാങ്ങി വച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രയാകുമായിരുന്നു, എത്ര ഇരട്ടിയാകുമായിരുന്നു എന്നുള്ള രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അന്ന് ആ കാര്യം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് അവൻ വിളിച്ചതാണ്, അവന്റെ കൂടെ പോയാൽ മതിയായിരുന്നു എങ്കിൽ, വേണ്ട. അങ്ങനെയുള്ള ചിന്തകളോ അങ്ങനെയുള്ള തോന്നലുകളോ നമ്മെ നയിക്കേണ്ടതില്ല. ആ ലൗ എന്ന വാക്ക് അതൊരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടതല്ല. വലാകിൻ കുൽ, പറയേണ്ടതെന്താണ് ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, കിട്ടിയത് അള്ളാഹിന്റെ വിധിയാണ്, കിട്ടാതെ പോയത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമുക്ക് സമാധാനം ഉണ്ടാകും, ഇല്ലെങ്കിലോ സമാധാനക്കേടേ ഉണ്ടാവുകയുള്ളൂ. സമാധാനത്തോടുകൂടിയുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചോർത്ത് വിഷമിക്കുകയോ വലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. കിട്ടിയതിൽ വലാ തഫറഹു, വല്ലാതെ പുളകം കൊള്ളുകയും വേണ്ട. ഖുർആനിന്റെ നമ്മോടുള്ള നിലപാടുകളാണ്. നമുക്ക് കിട്ടിയതൊക്കെ അൽഹംദുലില്ലാഹ്, അത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള സുഖത്തിന്റെ, സൗകര്യങ്ങളുടെ, ജീവിതത്തിന്റെ, അനുഗ്രഹത്തിന്റെ വ്യത്യസ്തമായ നിലകളാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവസാനം പറയുകയാണ് ലൗ എന്ന് പറയുന്നത് തഫ്തഹു അമല ശൈത്വാൻ, പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന വർത്തമാനമാണ് ലൗ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കേണ്ടവരല്ല എന്ന് ശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ, ഖുർആനിന്റെ വചനങ്ങളിലൂടെ നിരാശരായി ജീവിക്കേണ്ടവരല്ല എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ഒട്ടേറെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ രക്ഷപ്പെടുകയാണ്, ഫിർഔൻ പുറകെ വരുന്നുണ്ട്, കൈകാലുകൾ വ്യത്യസ്തമായി ഛേദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ അവർ യാത്ര തിരിക്കുന്നത്. കടൽ തീരത്താണ് എത്തുന്നത്. ഫിർഔൻ പുറകിൽ, മുൻപിൽ കടലാണ്.
ആ മനുഷ്യർ അവർ പറഞ്ഞു പോകുന്നുണ്ട്, ഇന്നാ ലമുദ്റഖൂൻ, നമ്മളിപ്പോ പിടിക്കപ്പെടുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മറുപടി ഉണ്ട്, കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഇല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ വഴി കാണിക്കും. വല്ലാത്തൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചോ, നമുക്ക് എവിടെയും വേദനിക്കുകയോ നിരാശ അനുഭവിക്കുകയോ പ്രതീക്ഷ നഷ്ടപ്പെടുകയോ ചെയ്യേണ്ടി വരികയില്ല. എന്റെ റബ്ബുണ്ട് എനിക്ക് എന്ന് അത് പറയാനുള്ള അർഹതയുള്ളവരായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്തോ വീടോ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളെ കുറിച്ചല്ലേ നമ്മൾ ആലോചിക്കാറുള്ളൂ. എനിക്ക് നന്മകൾ ചെയ്യാവുന്ന എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാവുന്ന എത്ര ആരോഗ്യസ്ഥിതി എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതോർത്തിട്ട് ഇനിയെങ്കിലും ഉള്ള ആരോഗ്യം വെച്ച് കൂടുതൽ നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ കഴിയുമോ നമുക്ക്? അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാമായിരുന്നു. എന്റെ മുൻപിൽ ചോദിച്ചു വന്ന ഒരാൾ, അയാൾക്ക് ഞാൻ നൽകിയില്ല, മറ്റൊരാൾ നൽകി. ആ നൽകിയത് അയാളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി. ജീവിതം തന്നെ അയാൾക്ക് മാറിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതെന്റെ ഒരു അവസരമായിരുന്നു, എനിക്കത് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള യൗവനത്തിന്റെ നല്ല സന്ദർഭങ്ങളിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ഒട്ടേറെ നന്മകൾ ഉണ്ടായിരുന്നു. ആ നന്മകളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് എന്റെ തിരക്കും എന്റെ ജോലിയും എന്റെ മറ്റുള്ള ന്യായങ്ങളും പറഞ്ഞ് ഞാൻ അങ്ങനെ മാറി നടന്നു. ഇനിയിപ്പോ ഒന്നും ചെയ്യാനുള്ള കഴിവും ആരോഗ്യവും ഇല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ടതില്ല. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ നഷ്ടപ്പെട്ടു പോയത് ഇനിയുള്ള കാലത്ത് എനിക്കാകുന്നത് പോലെ എനിക്ക് ഓടിയെത്താൻ സാധ്യമായി തീരേണ്ടതില്ലേ പ്രിയമുള്ളവരെ? ജുമാക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോ എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയ ആ ജുമായുടെ ആദ്യ സന്ദർഭങ്ങൾ, ആ ജുമായുടെ ആരംഭത്തിലുള്ള സന്ദർഭങ്ങളും സമയങ്ങളും എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ. ഇനി അടുത്ത ആഴ്ചയിലെങ്കിലും അത് നഷ്ടപ്പെടാതെ എനിക്ക് കൊണ്ടു നടക്കണമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? പരിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കാൻ നിൽക്കുകയാണ്. ആ റമദാനിനെ സ്വീകരിക്കാൻ, കഴിഞ്ഞുപോയ ഒരു റമദാനിനെ പോലെയല്ലാതെ ആ റമദാനിനെ നന്നായി ഒന്ന് സ്വീകരിക്കാൻ, ഒന്ന് ഒരുങ്ങാൻ, ആ ഖുർആൻ പഠനത്തെയും പാരായണത്തെയും റമദാനിന് മുൻപേ ഒന്ന് തുടങ്ങി വെക്കാൻ, ജീവിതത്തെ ഒന്ന് ഒരുക്കാൻ, വീടൊരുങ്ങുന്നത് പോലെ, നാടൊരുങ്ങുന്നത് പോലെ, കമ്പോളം ഒരുങ്ങുന്നത് പോലെ എന്നെ ഒന്നൊരുക്കാൻ എനിക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ റമദാനുകളെ പോലെ ആകരുത് എന്ന് വിചാരിക്കാൻ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ ഓർത്ത് നമുക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിരാശപ്പെടേണ്ടത് അവിടെയല്ലേ. സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാം, ഭൂമി നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യവും സമയവും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ വെള്ളിയാഴ്ചകളെ തിരിച്ചെടുക്കാൻ കഴിയും. ഇന്ന് നഷ്ടപ്പെട്ടു പോയ ജുമഅയുടെ ആദ്യ സന്ദർഭങ്ങളെ തിരിച്ചെടുക്കാൻ കഴിയും. ഇന്ന് നഷ്ടപ്പെട്ടു പോയ സുബഹിന്റെ ജമാഅത്തിനെ തിരിച്ചെടുക്കാൻ കഴിയും. അവിടുന്നല്ലേ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. ഇനി അത് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധ്യമാകണം എന്ന ഒരു തീരുമാനത്തിൽ നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങളാണ് റമളാനിന് വേണ്ടി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ശഅബാനിലാണ് നമ്മൾ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മാതൃകയായി പഠിപ്പിച്ച പലതും മനുഷ്യർ അതിനെ സ്വീകരിക്കാതിരിക്കുകയും പ്രവാചകൻ പഠിപ്പിക്കാത്ത പലതിലും വളരെയേറെ ആവേശം കൊള്ളുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നാം കാണാറുള്ളത്. എല്ലാ മാസവും 13, 14, 15 അറബി മാസങ്ങളിൽ അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന സുന്നത്ത് നോമ്പുകളുണ്ട്. ശഅബാൻ 15-ന് പ്രത്യേകമായി പ്രവാചകൻ അത് പഠിപ്പിക്കുകയോ അത് ചര്യയാക്കുകയോ ചെയ്തു തന്നിട്ടില്ല. ആ തുടർച്ചയായി നിർവഹിക്കുന്നവർക്ക്
അല്ലെങ്കിൽ ആ സുന്നത്ത് നിർവഹിക്കുന്നവർക്ക് അങ്ങനെ അത് നിർവഹിക്കുകയും ആ സുന്നത്ത് നോമ്പ് എന്ന പുണ്യം നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. ഖുർആനിന്റെ നസ്സാണത്. പക്ഷേ അതിനെയും ബറാഅത്ത് രാവിലാണെന്നും ശഅബാനിലാണെന്നും ഒക്കെ അതിനെ ബർക്കത്തുള്ള രാവാക്കി മാറ്റിയിട്ട് പുതിയ പുതിയ അനാചാരങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? റസൂലിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. ആ സുന്നത്തുകളെയാണ് പിൻപറ്റുകയും പാലിക്കുകയും ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ ദുർബലമായ ഹദീസുകളാണ് എന്ന് ഇമാം ബുഖാരിയെ പോലെയുള്ളവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതമാണ്, ജീവിതചര്യയാണ്. ആ സുന്നത്തിനെയാണ് നാം സ്വീകരിക്കുകയും പാലിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത്. ആ സുന്നത്തിന് വിരുദ്ധമായി ബിദ്അത്തുകളെ മുറുകെ പിടിക്കുമ്പോ നമ്മൾ നമ്മുടെ തന്നെ കർമ്മങ്ങളെയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന ഒരു വിചാരം, ഒരു വിചാരം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരി വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരയണമേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, കൂടുതൽ നന്മകൾ ചെയ്യാൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും ഗാസയിലെ മക്കൾ അനുഭവിക്കുന്നതിനേക്കാൾ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. റഹ്മാനായ നാഥ, അവക്ക് നന്ദി പറയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്ത നാടുകളിൽ പട്ടിണി കിടക്കുന്ന കഷ്ടപ്പെടുന്ന നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ റഹ്മാനായ നാഥ, അവർക്ക് അഭയം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آمنا في أوطاننا. اللهم آمن في فلسطين. اللهم انقذ البيت المقدس يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.